ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു സാക്കീസ് നെസ്റ്റ്. ഇന്ന് ഞാൻ കാണിക്കുന്നത് വളരെ രുചികരമായിട്ടുള്ള എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമുള്ള എന്നാൽ ഉണ്ടാക്കാൻ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു പാൽക്കപ്പയാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനു മുമ്പ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഫാമിലീസിനും ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. കൂടാതെ ഇതേപോലെയുള്ള നല്ല നല്ല റെസിപ്പികൾക്കായി നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇനി നമുക്ക് പാൽക്കപ്പ ഉണ്ടാക്കാം. അതിനുവേണ്ടി ഞാനിവിടെ 1 കിലോ കപ്പ എടുത്തിട്ടുണ്ട്. അതിലെ മണ്ണും ചളിയൊക്കെ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തൊലിയൊക്കെ കളഞ്ഞ് നന്നായിട്ട് ക്ലീൻ ആക്കി എടുക്കാം. ഈ പാൽക്കപ്പ ഉണ്ടാക്കാൻ വേണ്ടി കപ്പ എടുക്കുന്ന സമയത്ത് നന്നായിട്ട് വേവുന്ന കപ്പ തന്നെ നോക്കിയെടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. നല്ലോണം വേവാത്ത കപ്പയാവുമ്പോൾ പാൽക്കപ്പ ഉണ്ടാക്കി കഴിഞ്ഞാൽ അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല. ഇനി നമുക്ക് ഈ ഒരു കപ്പയുടെ തൊലിയൊക്കെ മുഴുവനായിട്ട് കളഞ്ഞെടുത്തിട്ട് വരാം. ഞാനിപ്പോൾ ഈ കപ്പയുടെ തൊലിയെല്ലാം കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ചെറിയ ചെറിയ പീസുകളാക്കി ഒന്ന് കട്ട് ചെയ്തെടുക്കാം. കൂടുതൽ അങ്ങ് ചെറിയ ചെറിയ പീസാക്കേണ്ട ആവശ്യമില്ല. എന്നാൽ കൂടുതൽ വലുപ്പത്തിലുള്ള പീസുകൾ ആക്കുകയും വേണ്ട. ഇതുപോലെ മീഡിയം സൈസ് വലുപ്പത്തിലൊന്ന് കട്ട് ചെയ്തെടുക്കാം. നമ്മൾ വേവിക്കാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ 1 കിലോ കപ്പ മുഴുവനും ഞാൻ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് കഴുകി വൃത്തിയാക്കി എടുക്കണം. ഒരു 3-4 പ്രാവശ്യം നന്നായിട്ട് കഴുകി എടുത്തിട്ടുള്ള കപ്പയാണ് ഇത്. അപ്പം ഇത് കണ്ടോ, ഇതിൻ്റെ വെള്ളമൊക്കെ നല്ലോണം തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു പ്രഷർ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. പ്രഷർ കുക്കറിൽ തന്നെ വേവിച്ചെടുക്കണമെന്നൊന്നുമില്ല. ഇത് പെട്ടെന്ന് വേവുന്ന കപ്പയാണ്. എങ്കിലും ഒരു എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇതുപോലെ പ്രഷർ കുക്കറിൽ വേവിച്ചെടുക്കുന്നത്. ഇപ്പം കട്ട് ചെയ്ത് കഴുകിയെടുത്തിട്ടുള്ള കപ്പ മുഴുവനും ഞാനിവിടെ പ്രഷർ കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കപ്പ മുങ്ങിക്കിടക്കുന്ന വിധത്തിൽ വെള്ളവും കൂടി ഒഴിച്ചു കൊടുത്ത് പ്രഷർ കുക്കർ അടച്ച് വെച്ച് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. പാൽക്കപ്പ ഉണ്ടാക്കുന്ന സമയത്ത് കപ്പ അത്യാവശ്യം നല്ലോണം തന്നെ കുക്ക് ചെയ്തെടുക്കണം. ഇപ്പോൾ കപ്പ വേവാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ആ ഒരു സമയത്ത് നമുക്കിതിന് വേണ്ടിയിട്ടുള്ള ഒരു ചമ്മന്തി തയ്യാറാക്കി എടുക്കണം. അതിനുവേണ്ടി കുറച്ച് കൊച്ചുള്ളി ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ 2 പച്ചമുളകും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് ഇതൊന്ന് ചെറുതായിട്ടൊന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കാം. നന്നായിട്ട് അരഞ്ഞു പോവരുത്, ഒന്ന് ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഇത് കണ്ടോ, ഇതുപോലെ ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മാത്രം മതി. ഇനി ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 1 മുതൽ 1.5 ടീസ്പൂൺ വരെ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണ തന്നെ ചേർത്ത് കൊടുക്കണം. പച്ച വെളിച്ചെണ്ണയാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി ഇതൊന്ന് മിക്സാക്കി എടുക്കാം. ഇനി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് വാളൻ പുളിയൊക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇതിൽ പുളിയൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല. ഇനി നമുക്ക് ഈ ഒരു ചമ്മന്തി ഇവിടെ മാറ്റി വെക്കാം. ഈ പാൽക്കപ്പയുടെ കൂടെ ഈ ഒരു ചമ്മന്തി കൂട്ടി കഴിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. അപ്പം വേവാൻ വെച്ചിട്ടുള്ള കപ്പ ഇവിടെ അത്യാവശ്യം നല്ലോണം തന്നെ കുക്ക് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. ഇത് കണ്ടോ, നന്നായിട്ട് തന്നെ കുക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലെ വെള്ളം ഒന്ന് കളഞ്ഞെടുക്കണം. അതിനുവേണ്ടി ഈ ഒരു കപ്പ ഞാനൊരു സ്ട്രെയിനറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പം വെള്ളം മുഴുവനും കളഞ്ഞെടുത്തിട്ടുള്ള ഈ ഒരു കുക്ക് ചെയ്തിട്ടുള്ള കപ്പ നമുക്കൊരു ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതൊരു തവിയോ എന്തെങ്കിലും വെച്ച് ഒന്ന് ഉടച്ചു കൊടുക്കാം. കപ്പ നന്നായിട്ട് വെന്ത് വന്നത് കൊണ്ട് തന്നെ ഉടച്ചെടുക്കാൻ നല്ല ഈസിയാണ്. ഇപ്പോൾ ഇതുപോലെയുള്ള ഐറ്റംസ് ഒക്കെ ഇതുപോലെയുള്ള മൺചട്ടികളിലൊക്കെ ഉണ്ടാക്കുമ്പോൾ പ്രത്യേക ഒരു ടേസ്റ്റ് തന്നെയാണ്. ഇപ്പോൾ ഈ ഒരു കപ്പ നന്നായിട്ട് തന്നെ ഉടച്ചെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഇടയിലൊക്കെ ചെറിയ ചെറിയ പീസുകളൊക്കെ ഉണ്ടാവും. പക്ഷെ അത് കഴിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. ഇനി നിങ്ങൾക്ക് മൊത്തത്തിൽ അങ്ങ് ഉടച്ച് നല്ല പേസ്റ്റ് പോലെ ആക്കി എടുക്കണമെങ്കിൽ അങ്ങനെയോ ആക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് 2 കപ്പ് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം. 1.5 കപ്പ് ചിരവിയ തേങ്ങ ഉപയോഗിച്ച് ഉണ്ടാക്കിയിട്ടുള്ള തേങ്ങാപ്പാലാണ് ഇത്. 1-ാം പാല് 2-ാം പാല് അങ്ങനെ വേർതിരിച്ചെടുത്തിട്ടൊന്നുമില്ല. 1-ാം പാലും 2-ാം പാലും ചേർത്തിയിട്ട് 2 കപ്പ് തേങ്ങാപ്പാലാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇനി ഇതെല്ലാം കൂടി ഒന്ന് മിക്സാക്കി എടുക്കാം. ഇത് നമുക്ക് അടുപ്പിൽ വെച്ചൊന്ന് കുറുക്കി എടുക്കാനുള്ളതാണ്.
ഇനി തേങ്ങാപ്പാൽ ഒഴിച്ച് മിക്സാക്കി എടുത്തിട്ടുള്ള ഈ ഒരു കപ്പ അടുപ്പിലേക്ക് വെച്ച് ഫ്ലെയിം ഓൺ ചെയ്ത ശേഷം നന്നായിട്ട് തന്നെ ഇളക്കി കൊടുക്കുക. ഇതിപ്പോൾ നല്ല ലൂസായിട്ടാണ് ഉണ്ടാവുക, പക്ഷേ ഇത് തിളച്ച് വരാൻ തുടങ്ങുമ്പോഴേക്കും അത്യാവശ്യം തിക്കായിട്ട് വരും. ഇനി നമുക്ക് ഈ ഒരു സമയത്ത് ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. നമ്മൾ കപ്പ വേവിക്കുന്ന സമയത്ത് ഉപ്പ് ചേർത്തിട്ടുണ്ട്, എങ്കിലും ഈ ഒരു സമയത്ത് ഉപ്പ് ചെക്ക് ചെയ്ത് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇതൊരു 4-5 മിനിറ്റ് കൊണ്ട് ഇതുപോലെ ഒന്ന് നന്നായിട്ട് തിളച്ച് വരാൻ തുടങ്ങും. അപ്പോൾ ഇത് കണ്ടോ, നല്ലോണം തിളച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇത് അത്യാവശ്യം കുറുകി വരുന്നുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കാം. ഇത് നമുക്ക് കഴിക്കാൻ പാകത്തിന് ചൂടാറി വരുമ്പോൾ നല്ലോണം സെറ്റായി വരും. ഇനി നമുക്ക് ഇതൊന്ന് വറവിട്ടെടുക്കണം. അതിനുവേണ്ടി ഒരു പാത്രം അടുപ്പിലേക്ക് വെച്ച് പാത്രം ചൂടായി വരുമ്പോൾ അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ തന്നെ ചേർത്ത് കൊടുക്കണം, അപ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. ഇനി ഈ വെളിച്ചെണ്ണ ചൂടായി വരുന്ന സമയത്ത് അതിലേക്ക് 1 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുത്ത് കടുക് പൊട്ടി വരുന്ന സമയത്ത് അതിലേക്ക് ഒരു 3-4 വറ്റൽമുളക് ചേർത്തൊന്ന് മൂപ്പിച്ചെടുക്കാം. ഈ വറ്റൽമുളക് മൂത്ത് വരുമ്പോൾ അതിലേക്ക് 7-8 ചെറിയുള്ളി കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കാം. ഇനി ഈ ചെറിയുള്ളി ഒന്ന് ഗോൾഡൻ കളർ ആവുന്നത് വരെ ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പൊ ഈ ചെറിയുള്ളി ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട്. ഇനി ഇതിന്റെ ഫ്ലെയിം ഓഫ് ചെയ്ത ശേഷം ഇതിലേക്ക് ഒരല്പം കറിവേപ്പില ചേർത്ത് കൊടുത്ത് ഒന്ന് വഴറ്റിയെടുക്കാം. ഫ്ലെയിം ഓഫ് ചെയ്ത ശേഷം മാത്രം കറിവേപ്പില ചേർത്ത് കൊടുക്കാം, അല്ലെങ്കിൽ കറിവേപ്പിലയുടെ ആ ഒരു മണമൊക്കെ നഷ്ടപ്പെട്ടു പോകും. ഇനി ഇത് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള പാൽക്കപ്പയിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് മിക്സാക്കി എടുക്കാം. അങ്ങനെ നല്ല രുചികരമായിട്ടുള്ള ഈ ഒരു പാൽക്കപ്പ ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. നമ്മുടെ എല്ലാവരുടെയും വീട്ടിൽ കപ്പയൊക്കെ വാങ്ങുന്നുണ്ടാവും. അപ്പോൾ ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ ഇതുപോലെ പാൽക്കപ്പ ഒന്ന് ഉണ്ടാക്കി നോക്കുക. ഇപ്പം ഇത് കണ്ടോ, നമ്മുടെ പാൽക്കപ്പ ചെറുതായിട്ടൊന്ന് ചൂടാറി വരുമ്പോൾ ഇതുപോലെ നല്ല സെറ്റായിട്ട് വരും. അടുപ്പിൽ നിന്നും ഇറക്കി വെക്കുന്ന സമയത്ത് ഇത് ചെറുതായിട്ടൊരു ലൂസായിട്ടാണ് ഉണ്ടാവുക, എങ്കിലും ഇതുപോലെ തണുത്ത് വരുന്ന സമയത്ത് നന്നായിട്ട് തന്നെ സെറ്റായി വരും. ബീഫ് വരട്ടിയതും മത്തി മുളകിട്ടതും ഒക്കെ കൂട്ടി ഈ ഒരു പാൽക്കപ്പ കഴിക്കാൻ നല്ലൊരു ടേസ്റ്റാണ്. ഇനി വെറും നേരത്തെ നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള ആ ഒരു ചമ്മന്തി കൂട്ടി കഴിക്കാനും നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഐറ്റമാണ് ഇത്. ഞാനിപ്പം ബീഫ് വരട്ടിയതും നമ്മൾ നേരത്തെ തയ്യാറാക്കിയിട്ടുള്ള ചമ്മന്തിയുമാണ് ഇതിൻ്റെ സൈഡ് ഡിഷായിട്ട് സെർവ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും, നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പം മറ്റൊരു വെറൈറ്റി റെസിപ്പിയുമായി വീണ്ടും കാണാം. അതുവരേക്കും താങ്ക് യു.